മിക്കവാറും ആൾക്കാർക്ക് ഈ ഒരു അസുഖം ഉണ്ടാവും. നമ്മൾ ലൈഫിൽ എന്തെങ്കിലും ക്രിയേറ്റീവായിട്ട് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർ പുതുതായിട്ട് എന്തെങ്കിലുമൊക്കെ പഠിക്കുകയാണെങ്കിൽ ലൈഫിൽ ഡിഫറൻ്റ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ ബിൽഡ് ചെയ്ത് എന്തെങ്കിലുമൊക്കെ സെറ്റ് ആക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു അസുഖമാണ് ഈ ഒരു രോഗം. ഷൈനി ഒബ്ജക്ട് സിൻഡ്രോം. അതായത് വൈദ്യശാസ്ത്രത്തിൽ ഞങ്ങൾ ഇതിനെ കിട്ടി, അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ. സൈക്കോസിന്റെ പല അവസ്ഥാന്തരങ്ങളും കേട്ടിട്ടുണ്ട്, പക്ഷെ ഇത്ര ഭയാനകമായ ഒരു പ്രശ്നം ഇത് ആദ്യ. അഥവാ ഇക്കരെ നിൽക്കുമ്പോ അക്കരെ പച്ച തോന്നുക. പണ്ഡിതനാണെന്ന് തോന്നുന്നു, അർത്ഥം പറഞ്ഞൊന്നും കേട്ടില്ലേ. അതായത് നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പലർക്കും ഫോക്കസ്ഡ് അല്ലാതെ, അതായത് ആ ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്ക് തോന്നും, ഓ ഇതിനേക്കാളും ബെറ്റർ വേറൊരു സാധനമുണ്ട്, അല്ലെങ്കിൽ അത് ചെയ്താൽ ഒന്നുകൂടി നന്നായിരിക്കും എന്നൊക്കെ തോന്നിയിട്ട് വേറൊരു കാര്യത്തേക്ക് പെട്ടെന്ന് അതിൻ്റെ ഇടയിൽ കൂടെ ജമ്പ് ചെയ്യുക. അത് നിങ്ങൾ പുതിയത് പഠിക്കുന്ന കേസിലായിക്കോട്ടെ, അല്ലെങ്കിൽ പുതിയൊരു പ്രൊജക്റ്റ് ചെയ്യുന്ന കേസിലായിക്കോട്ടെ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു, ഇപ്പോൾ ഞങ്ങളൊക്കെ ആണെങ്കിൽ നമ്മളിപ്പോൾ എന്തെങ്കിലും ചെറിയൊരു പ്രൊഡക്റ്റുകൾ ഉണ്ടാക്കുന്ന, ബിസിനസ് പരമായിട്ട് എന്തെങ്കിലും പ്രൊഡക്റ്റുകൾ ഉണ്ടാക്കുന്ന കേസിലായിക്കോട്ടെ, ഇങ്ങനെ എല്ലാവർക്കും ഈ ഒരു പ്രശ്നമുണ്ട്. അതായത് ഒരു സാധനം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ആ ഒരു കാര്യം കൂടി വേറൊരു കാര്യം കൂടി ടച്ച് ചെയ്യാൻ തോന്നുക എന്നുള്ളൊരു പ്രശ്നം. അതായത് ഇപ്പോൾ നമ്മളെ ബ്രോക്യാമ്പിലൊക്കെ വരുന്ന പിള്ളേരിൽ, ഞാൻ ഈ ടെക്കിലുള്ള ആൾക്കാരിലും ഞാൻ ഈ ഒരു പ്രശ്നം ഒരുപാട് കണ്ടിട്ടുണ്ട്. അതായത് ബേസിക്കായിട്ട് ഒരു സാധനം ചെയ്ത് നോക്കുന്ന തുടങ്ങുമ്പോൾ തന്നെ അവർ പറയും, ഞാൻ പൈത്തനും കൂടെ ഒന്ന് പഠിച്ചോട്ടെ, അല്ലെങ്കിൽ ഞാൻ ഡാറ്റാ സയൻസ് വേറെ സാധനം കൂടി ചെയ്തോട്ടെ, എന്നുള്ള രീതിയിൽ ഇങ്ങനെ വേറെ ജമ്പ് ചെയ്ത് പോകും. അപ്പോൾ ഞാൻ പലപ്പോഴും പറയാറുണ്ട്, നീ പഠിച്ചത് ബേസിക്കായിട്ടൊരു പ്രൊജക്റ്റ് ആയിട്ടുള്ളൂ, ക്വാളിറ്റി ആയിട്ടില്ല, ഒന്ന് സെറ്റ് ആവാനുണ്ട്. അതായത് ഒന്ന് സെറ്റായി ഒന്ന് എക്സ്പീരിയൻസ് ആയി കഴിയുമ്പോൾ എന്തെങ്കിലും പ്രൊഫൈൽ ആവുള്ളൂ. അല്ലാതെ അതിന് മുന്നേ അടുത്തലോട്ട് പോകും, ഒന്നിനും ഒരു ക്വാളിറ്റി ആവാതെ നിൽക്കും, ഒന്നിനും നല്ല പ്രൊഫൈൽ ആവാതെ നിൽക്കും. അപ്പോൾ അതിന് പകരം ഒന്നിനും ഫോക്കസ്ഡ് ആയിട്ട് കുറച്ചു കാലം വർക്ക് ചെയ്യുമ്പോഴാണ് നമുക്ക് ശരിക്കും അതിൻ്റെ ഒരു ക്വാളിറ്റി വരിക. ഇത് ഞങ്ങൾക്കുണ്ടായിട്ട് പലതവണ ഉണ്ടായിട്ട് നമുക്ക് മിസ്റ്റേക്ക്. അതായത് ഇത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വേറെ ആൾക്കാരെ എന്തെങ്കിലും വന്നിട്ട് പറയും, ഞങ്ങളോട് പറയും വേറൊരു സംഭവം ചെയ്യും. അപ്പോൾ ഞങ്ങളെന്നെ ഇതിനിടയ്ക്ക് സ്റ്റാർട്ടപ്പിൻ്റെ വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ടെക്ക് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് നമുക്ക് പെട്ടെന്ന് സ്റ്റാർട്ടപ്പിൻ്റെ വീഡിയോ ചെയ്യാൻ തോന്നുക, അതിൻ്റെ ഇടയ്ക്ക് കൂടി വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ തോന്നുക. അപ്പോൾ അതും ചെയ്യുക ഇതും ചെയ്യുക, അതിനിപ്പോൾ എന്താ കുറച്ച് സമയമല്ലേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് ന്യായീകരിച്ച് നമ്മളത് ചെയ്യാൻ നോക്കും. അപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നം നമുക്കുണ്ട്, എല്ലാവർക്കും ഉണ്ട്, ടെക്ക് പഠിക്കുന്ന ആൾക്കാർക്കും എല്ലാവർക്കും ഉണ്ട്. അപ്പോൾ ഈ ഒരു പ്രശ്നം നോർമലി പെട്ടെന്ന് നോക്കുമ്പോൾ നമുക്ക് എന്താ തോന്നുക, ഓക്കെ മൾട്ടിപ്പിൾ സാധനങ്ങൾ ടച്ച് ചെയ്യണ്ടല്ലോ നമുക്ക് തോന്നും. പക്ഷെ ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, അങ്ങനെ ഫോക്കസ്ഡ് അല്ലാതെ പോകുന്തോറും നമ്മളെ ഗ്രോത്തിൽ അത് നന്നായിട്ട് അഫക്റ്റ് ചെയ്യും. അപ്പം ഞങ്ങൾ തന്നെ പറയുന്ന ഒരു കേസാണ്, പിന്നെ ഞങ്ങളിത് മനസ്സിലാക്കിയപ്പോൾ പറയുന്ന കേസാണ്, ഫോക്കസ്ഡ് ആവുക, ലേസർ ബീം ഫോക്കസ്ഡ് ആവുക. അത് അത്രയും നേരിയ ലെവലിൽ ഫോക്കസ്ഡ് ആവാന്ന് പറയും. അത്രയും നേരിയ ലെവലിൽ ഒരു സാധനത്തിന് ഫോക്കസ്ഡ് ആയി കഴിയുമ്പോൾ നമ്മളതിനെ മാസ്റ്ററായിട്ട് മാറും. നമ്മളതിനെ മാസ്റ്ററായിട്ട് മാറുമ്പോൾ മാത്രമേ നമ്മുടെ പ്രൊഫൈൽ വാല്യൂ ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ എല്ലാവരെയും പോലെ ആവറേജ് ലൈഫിൽ ഇങ്ങനെ പോകും. അപ്പോൾ നമുക്ക് എവിടെയെങ്കിലും ഒരു നല്ല ഗ്രോത്ത് സക്സസ് ഉണ്ടാക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ കൺഫ്യൂഷൻ കുറേ മാറ്റി വെച്ചിട്ട് എന്ത് ചെയ്യുക, ഒന്ന് നന്നായിട്ട് കുറച്ച് കാലം ഒരു സാധനത്തിൽ ഫോക്കസ് ചെയ്യേണ്ടതുണ്ട്. എന്തുകൊണ്ടാണ് ഈ ഒരു പ്രശ്നം വരുന്നതെന്ന് വെച്ചാൽ, നമ്മുടെ ചാനലിൽ നിങ്ങളുടെ കരിയർ റിലേറ്റഡ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ സെറ്റ് ചെയ്യാൻ അതേപോലെ ഒരുപാട് ടെക്നിക്കൽ ട്യൂട്ടോറിയൽസും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. അതെല്ലാം കണ്ട് പഠിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഒരു ജോബിലോട്ട് കയറാൻ പറ്റും. നമ്മുടെ മറ്റുള്ള എല്ലാ വീഡിയോസും നോക്കുക, അതുപോലെ നമ്മുടെ പ്ലേലിസ്റ്റുകളും ചെക്ക് ചെയ്യുക. അതിലൊക്കെ നിങ്ങളുടെ കരിയർ രക്ഷപ്പെടുത്താനുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ചാനലിന്റെ എക്സ്ക്ലൂസീവ് മെമ്പർ ആവാൻ നിങ്ങൾക്ക്, അതിലൂടെ നിങ്ങൾക്ക് നമ്മുടെ ട്യൂട്ടോറിയൽസ് കണ്ട് പഠിക്കുമ്പോൾ വരുന്ന സംശയങ്ങൾ മലയാളത്തിൽ ചോദിച്ച് കാര്യങ്ങൾ ക്ലിയർ ചെയ്യാനും അതുപോലെ നമ്മുടെ ഇവന്റ്സിന്റെ ഒക്കെ പാട്ടാവാനും പറ്റും. സോ എക്സ്ക്ലൂസീവ് മെമ്പർഷിപ്പ് എടുക്കുക, പഠിക്കുന്നതിന്റെ കൂടെ നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അതുപോലെ പലർക്കും ഉണ്ടാകും വീട്ടിലിരുന്ന് പഠിക്കുമ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാത്ത ബുദ്ധിമുട്ടുകൾ. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ നമ്മുടെ ഓഫീസിൽ നമ്മുടെ കൂടെ വന്നിരുന്ന ഒരു 6 മാസം പഠിക്കാനുള്ള പ്രോഗ്രാം കൂടെ നമുക്കുണ്ട്. അതിന് വേണ്ടിയിട്ട് ഈ വെബ്സൈറ്റ് ചെക്ക് ചെയ്യുക. കൂടുതൽ നമ്മുടെ പ്രോഗ്രാമുകളെ കുറിച്ചുള്ള ഡീറ്റെയിൽസും അതുപോലെ നമ്മുടെ ചാനൽ കണ്ട് എങ്ങനെ പഠിക്കണം എന്നുള്ള എല്ലാ ഡീറ്റെയിൽസും തന്ന് നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ നമ്മുടെ ടീം എപ്പോഴും ഉണ്ടാവും. ഈ നമ്പറുകളിൽ കോൺടാക്ട് ചെയ്യുക, അല്ലെങ്കിൽ ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിലും നമ്പറുകളും കോൺടാക്ട് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അവരെ കോൺടാക്ട് ചെയ്ത് സംസാരിക്കുക. എന്തുകൊണ്ടാണ് ഈ ഒരു പ്രശ്നം വരുന്നതെന്ന് വെച്ചാൽ, പലപ്പോഴും നമുക്ക് ഉണ്ടാവുന്ന ഒരു വിഷയം, ഇപ്പം ഞങ്ങൾക്ക് തന്നെ ഞാൻ പറഞ്ഞില്ല നേരത്തെ, അതായത് ടെക്കിലെ വീഡിയോസ് നമ്മൾ പ്രോട്ടോടൈപ്പിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് സ്റ്റാർട്ടപ്പിൻ്റെ വീഡിയോസ് കൂടി നമ്മൾ തുടക്കത്തിലുള്ള കാര്യമായിട്ട് പറയുന്നത്, നമ്മൾ പഴയ വീഡിയോസ് എടുത്ത് നോക്കിയാൽ ഞങ്ങൾക്ക് മനസ്സിലാവും. സ്റ്റാർട്ടപ്പിന് 1-2 വീഡിയോസ് ഞങ്ങൾ ചെയ്ത് നോക്കിയിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ ഡ്രോപ്പ് ചെയ്ത് മാറ്റി വെച്ച് ഫോക്കസ് പോവുകയാണെന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. അതായത് നമുക്കുള്ള പേടിയെന്ന് വെച്ചാൽ ഫിയർ ഓഫ് മിസ്സിങ് ഔട്ട് എന്ന് പറയും. അതായത് നമ്മൾ ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മറ്റേ കാര്യം നമ്മളിപ്പോൾ ചെയ്തില്ലെങ്കിൽ നമ്മൾ ഈ ഫീൽഡിൽ നിന്ന് ഔട്ടായി പോകുമോ, അല്ലെങ്കിൽ നമ്മളതിൽ സെറ്റ് ആവാണ്ട് വരുമോ, നമ്മൾ ഫ്യൂച്ചറിൽ ഒന്നും ആവാണ്ട് വരുമോ എന്നൊക്കെയുള്ള രീതിയിലൊരു ഫിയർ വരാണ്ട്. ഈ ഒരു ഫിയർ കൊണ്ടാണ് പലപ്പോഴും എന്താണ് ഈ ഒരു രീതിയിൽ മൾട്ടിപ്പിൾ സാധനം ടച്ച് ചെയ്യാൻ നോക്കുന്നത്. ഇപ്പോൾ ഞാൻ പറഞ്ഞില്ല, ബ്രോക്യാമ്പിൽ വരുന്ന സ്റ്റുഡൻസ് തന്നെ പഠിച്ച് ഒരു പ്രൊജക്റ്റ് കഴിയുമ്പോഴേക്കും അടുത്തത് വേറെ സ്റ്റാക്കിലോട്ട്. ഇപ്പോൾ ഒരു പ്രൊജക്റ്റ് നോഡ് ചെയ്ത് ഇനി ഞാൻ പൈത്തൺ ചെയ്യുക, അല്ലെങ്കിൽ ഇനി ഞാൻ ഫിൽട്ടർ ചെയ്യാന്ന് പറയും. പക്ഷെ അവിടെ എന്ത് ചെയ്യണം, അത് കൺട്രോൾ ചെയ്ത് കൊണ്ടുവരാണ്ട്. അതിൻ്റെ ട്രിക്കുകൾ ഞാൻ പറഞ്ഞുതരാം. പിന്നെ നമുക്ക് ഒരു സാധനം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മറ്റൊരു അട്രാക്ഷൻ വരാനുള്ള വേറെ കേസ് എന്താണെന്ന് വെച്ചാൽ,
നമ്മൾ പലപ്പോഴും ഒരു കാര്യം ചെയ്തുകൊണ്ട് നമ്മൾ സ്റ്റെക്കാവും, അല്ലെങ്കിൽ നമുക്കൊരു ഉത്തരം കിട്ടാത്തൊരു പൊസിഷൻ വരും, അല്ലെങ്കിൽ നമ്മൾ ചെയ്തിട്ട് മുന്നോട്ട് പോകുന്നില്ല, എന്തോ ആവുന്നില്ല എന്നൊക്കെ ഉള്ള ചെറിയ തോന്നൽ ചെറുതായിട്ട് തോന്നുമ്പോഴേക്കും നമുക്ക് എന്ത് ചെയ്യും, അടുത്തതിലോട്ട് നോട്ടം തുടങ്ങും. ഇത് നമ്മളിപ്പോൾ പറഞ്ഞ പോലെ നമ്മൾ ഓണ്ടർപ്രണേഴ്സ് സ്ഥിരമായിട്ട് ഞങ്ങളത് കൺട്രോൾ ചെയ്യാൻ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുള്ള കേസാണ്. വെച്ചാൽ പലപ്പോഴും സ്റ്റെക്കാകുമ്പോൾ ഉത്തരമില്ലാതെ വരുമ്പോൾ വേറെ ആ സാധനം ചെയ്യുക, ഈ സാധനം ചെയ്യുക എന്നൊക്കെ തോന്നും. അപ്പോൾ ഇത് കോഡ് ചെയ്യണം നിങ്ങൾക്ക് തോന്നും. കോഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് പലതും ബഗ്ഗുകൾ വന്നുകൊണ്ടേയിരിക്കും. ഒരു കാര്യം മനസ്സിലാക്കേണ്ട കേസ് എന്താണെന്ന് വെച്ചാൽ, ടെക്കീസിന് എത്ര എക്സ്പീരിയൻസ് ആയാലും എത്ര വലിയ പ്രൊജക്റ്റുകൾ നിങ്ങൾ ചെയ്യുകയാണെങ്കിലും കുറേ കാലം കഴിഞ്ഞാൽ അന്നും ബഗ് വരും, അന്നും ഇഷ്യൂ വരും, സ്റ്റെക്കാവുമെന്ന് മനസ്സിലാക്കുക. ഈ സ്റ്റെക്ക് ഇല്ലാത്തൊരു എക്സ്പീരിയൻസ് ഡെവലപ്പർ പോലും ഇല്ല. അപ്പോൾ പലപ്പോഴും തുടങ്ങുമ്പോൾ തന്നെ നിങ്ങൾ ഈ ഒരു കാര്യത്തിൽ സ്റ്റെക്ക് ആകുമ്പോഴേക്ക് എന്നാൽ ഇതെനിക്ക് നടക്കൂല, അടുത്തത് ചെയ്യുക എന്ന് തോന്നി കഴിഞ്ഞാൽ ഒന്നിനും സെറ്റ് ആവില്ല. പിന്നെ നിങ്ങൾക്ക് തോന്നുന്നൊരു കേസാണ് ഒരു സാധനം കുറച്ച് ചെയ്യുമ്പോഴേക്ക് ഞാൻ അതിലെല്ലാം സെറ്റായി തികഞ്ഞു എന്നുള്ള രീതിയിൽ തോന്നില്ലേ. ഈ ഒരു കാര്യം ഇപ്പോൾ നിങ്ങൾ ടെക് പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഉണ്ടാവും, അതായത് ഒരു പ്രൊജക്റ്റ് 2 പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ ഞാൻ ആ സ്റ്റാക്ക് മൊത്തം പഠിച്ചു എന്നൊരു തോന്നുന്നുണ്ടോ. അപ്പോൾ അതിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ശരിക്കും ഒരു ഡെവലപ്പർ ഒരു പ്രൊജക്റ്റ് ചെയ്യുന്നതിലല്ല, ആ പ്രൊജക്റ്റ് കുറേ കൂടി സ്റ്റാൻഡേർഡായിട്ട് ചെയ്ത് നല്ലൊരു ക്വാളിറ്റി ആയിട്ട് ഒന്നുകൂടി ഫാസ്റ്റ് രീതിയിൽ ചെയ്ത് റെഡിയാക്കി എടുത്ത് കുറേ നല്ല ആർക്കിടെക്ചറുകളൊക്കെ യൂസ് ചെയ്ത് ഡിഫറെൻറ്റ് രീതിയിൽ അത് ബിൽഡ് ചെയ്തെടുത്ത് നാളെ ഏതെങ്കിലും ഒരു പുതിയ ഡെവലപ്പേഴ്സ് ഒരു ടീം അത് ഏറ്റെടുത്ത് കഴിഞ്ഞാൽ അത് അവർ കൂടി കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള കോഡിങ് സ്റ്റാൻഡേർഡൊക്കെ ആക്കി മാറ്റി സെറ്റാക്കി എടുക്കുന്ന ഒരു രീതിയിലോട്ട് എത്താനുണ്ട്. അതിനിപ്പോൾ ഒരു 3 to 4 years ഒക്കെ നിങ്ങൾ എക്സ്പീരിയൻസ് ആയി കുറേ പ്രൊജക്റ്റുകൾ ഹാൻഡിൽ ചെയ്ത് നല്ല ടീമിൻ്റെ കൂടെ ഒക്കെ വർക്ക് ചെയ്യുമ്പോഴേ ആ ക്വാളിറ്റി ആവുള്ളൂ. അപ്പോഴാണ് നിങ്ങൾ ആ ഒരു സ്കില്ല് നിങ്ങൾ മാസ്റ്റർ ആവാന്ന് പറയാം. ഇത് പറഞ്ഞപ്പോഴേ എനിക്കൊരു കാര്യം ഓർമ്മ വന്നത്, ദിൽഷാദ് പണ്ട് എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞ്, നമ്മൾ ഇപ്പോൾ പ്രോട്ടോടൈപ്പിൻ്റെ വീഡിയോസൊക്കെ നല്ല രീതിയിൽ പോകുന്നുണ്ടല്ലോ, എനിക്കൊരു ആഴ്ചയിൽ അല്ലെങ്കിൽ 2 ആഴ്ച കൂടുമ്പോൾ 2 ദിവസം ലീവ് കിട്ടി കഴിഞ്ഞാൽ ഞാൻ അതിൻ്റെ കൂടെ എന്ത് ചെയ്യുക, ഒരു ടൂറിസത്തിൻ്റെ, അതായത് പല പല നല്ല നല്ല പ്ലേസസ് വിസിറ്റ് ചെയ്ത് അതിൻ്റെ വീഡിയോസൊക്കെ കവർ ചെയ്ത് നല്ല സ്ക്രിപ്റ്റൊക്കെ ഉണ്ടാക്കിയിട്ട് ഞാൻ അതും കൂടി ചെയ്തു തുടങ്ങാം സൈഡിലൂടെ. അപ്പോൾ എനിക്ക് എന്താണെന്ന് വെച്ചാൽ ഫ്യൂച്ചറിൽ അതും ഉണ്ടാവും ഇതും ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അങ്ങനെ പറഞ്ഞു വന്നപ്പോഴും നമ്മൾ വളരെ ക്ലിയർ ആയിട്ട് അവർ പറഞ്ഞു മനസ്സിലാക്കി കൊടുത്ത്, നീ ഇപ്പോൾ ഇവിടെ ഫോക്കസ് ചെയ്യും, നമുക്കിതൊരു വലിയ ബ്രാൻഡായിട്ട് ഇത് വിജയിച്ചതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യുക, ആ സംഭവം ചെയ്യുമ്പോൾ അപ്പോൾ വേണ്ട എല്ലാ കാര്യങ്ങളും നമുക്ക് കൂടി ഹെൽപ്പ് ചെയ്യാം, നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാം. അതിനേക്കാളും കൂടുതലായിട്ട് വലിയൊരു ടീമായിട്ടുണ്ടാവും, പിന്നെ ബ്രാൻഡ് വാല്യൂ ആയിട്ടുണ്ടാവും. അപ്പോൾ ഈ ബ്രാൻഡ് വാല്യൂ ഒക്കെ ആവണമെങ്കിൽ നല്ല ടീം ആവണമെന്നുണ്ടെങ്കിൽ ദിൽഷാദ് ഇവിടെ ഫുള്ളി ഫോക്കസ് ചെയ്യണം. ഇവിടെ ഫുള്ളി ഫോക്കസ് ചെയ്താലേ ഈ സാധനം ആവുള്ളൂ. അല്ലാതെ അതേ സമയത്ത് അതും കൂടി ചെയ്യാൻ നോക്കിക്കഴിയുമ്പോൾ അതിലും ക്വാളിറ്റി കൊണ്ടുവരാൻ പറ്റില്ല, ഇതിലും ക്വാളിറ്റി കൊണ്ടുവരാൻ പറ്റില്ല. അപ്പോൾ ഇത് എല്ലാ ഇൻഡസ്ട്രിയിലും ഏത് കരിയർ ഡെവലപ്പ് ചെയ്യുന്ന ആൾക്കാരെയും പ്രശ്നമാണ് ഈ ഒരു, അതായത് എന്ത് ചെയ്യുക, ഒന്നിന് ഫോക്കസ്ഡ് ആവാതെ പോവുക എന്നുള്ളത്. ഇനി ഇത് സോൾവ് ചെയ്യണം എങ്ങനെയാണ്, ഇതെങ്ങനെ സോൾവ് ചെയ്യുക എന്നുള്ളത് വലിയൊരു ചോദ്യമാണ്. അത് സോൾവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനെ മൾട്ടിപ്പിൾ സാധനം ഞാൻ ഫോക്കസ്ഡ് അല്ലാതെ ചെയ്യുകയാണെന്നുള്ളത് ഞാൻ ഐഡൻറ്റിഫൈ ചെയ്യണം എന്നുള്ളതാണ്. ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു വിഷയം കൂടിയാണ്. ഇപ്പോൾ നമ്മൾ തന്നെ ഈ ഒരു സംഭവം ഇപ്പോൾ സ്റ്റാർട്ടപ്പിൻ്റെ വീഡിയോസ് ചെയ്ത സമയത്തും അല്ലെങ്കിൽ ടെക്കിൻ്റെ വീഡിയോസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സ്റ്റാർട്ടപ്പിൻ്റെ വീഡിയോ ചെയ്ത സമയത്ത് ഇത് പറയുമ്പോൾ നമുക്ക് മനസ്സിലാവില്ല. ഇപ്പോൾ ഞാനും പൈസയിലൊക്കെ ഇതിനായിട്ട് ഒരുപാട് ഡിസ്കഷൻ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇല്ലല്ലോ അതിപ്പോൾ 2 വീഡിയോ മാസത്തിൽ 2 വീഡിയോ അല്ലെങ്കിൽ ഒരു വീഡിയോ ഉണ്ടാക്കാം നമുക്കതൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഡിസ്കഷൻ ആയിട്ടുണ്ട്. നമുക്കത് ഐഡൻറ്റിഫൈ ചെയ്യാനും അക്സെപ്റ്റ് ചെയ്യാനും ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത് ഞാൻ ഇന്നേ വരെ ഇതുപോലെ ഒരുപാട് പേരുടെ ഇപ്പോൾ റീസെൻ്റ്ലി ഞാനിപ്പോൾ നമ്മളിപ്പോൾ ലേസർ ബീം ഫോക്കസ്ഡ് ആയിട്ട് പോകണമെന്നും ഇത് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ നമ്മൾ ഫിക്സ് ചെയ്തതിന് ശേഷം ഞാൻ ഒരുപാട് പേരെ കാണുന്നുണ്ട്. ഇപ്പോൾ യൂട്യൂബ് നമ്മളെ വീഡിയോസൊക്കെ കണ്ടിട്ട് ബിസിനസ് സ്റ്റാർട്ടപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരുപാട് പേരെ വിളിക്കാറുണ്ട്, ടെക്കിൽ പ്രൊഫൈൽ ബിൽഡ് ചെയ്യുന്ന കുറേ ആൾക്കാർ വിളിക്കാറുണ്ട്, അല്ലെങ്കിൽ വേറെ പല ജോലി ചെയ്യുന്ന ആൾക്കാർ അവരുടെ പ്രൊഫൈൽ ഒന്നും സ്ട്രോങ് ആയിട്ടില്ല, എന്ത് ചെയ്യാൻ പറ്റുമെന്നൊക്കെ ചോദിച്ചിട്ട് എന്നോട് ചോദിക്കാറുണ്ട്. ഇവർക്കൊക്കെ ഉള്ള പ്രോബ്ലമാണ്, പക്ഷേ അവരത് അക്സെപ്റ്റ് ചെയ്യില്ല. പലപ്പോഴും ഇൻസ്റ്റാഗ്രാമിലും വാട്സാപ്പിലൊക്കെ എനിക്ക് മെസ്സേജ് വന്നൊന്ന് സംസാരിക്കാൻ പറ്റുമോ, കരിയർ റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അറിയാനുണ്ടെന്നൊക്കെ പറഞ്ഞ് പലരും വരാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്നെ കണക്ട് ചെയ്ത് സംസാരിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ ഫ്രീ ടൈം ഞാൻ ഗെറ്റ് മൈ ടൈം എന്നുള്ള പ്ലാറ്റ്ഫോമിൽ ആഡ് ചെയ്തിട്ടുണ്ട്. സോ അവിടെ നിങ്ങൾക്ക് ടൈം സ്ലോട്ട് ബുക്ക് ചെയ്യാം, എന്നെ കണക്ട് ചെയ്യാം, നമുക്ക് സംസാരിക്കാം. ഇപ്പോൾ കഴിഞ്ഞ ദിവസം കോഴിക്കോട് ഇതേപോലെ ഒരു സ്ഥാപനത്തിൽ പോയി സംസാരിച്ചപ്പോൾ അവരും പറഞ്ഞു ഞങ്ങൾ അത് ചെയ്യേണ്ട, അതിന് പറഞ്ഞു ഇത് ചെയ്യണം. ഞാൻ പറഞ്ഞു ഒന്നിൽ നിങ്ങൾ സ്ട്രോങ് ആയിട്ടൊന്ന് ബ്രാൻഡ് ആവുക. അപ്പോൾ എന്നോട് പറഞ്ഞു ഇല്ല ഞാൻ ആ ആളിതിലും ഈ ആളിതിലും ഞങ്ങൾ ആ ആൾ പല ആൾക്കാരും പലതിൽ ഫോക്കസ് ചെയ്യാന്ന് പറയാം. പല ന്യായീകരണങ്ങളാണ്. ഞങ്ങൾ കുറേ ആൾക്കാരുണ്ട്, ഞങ്ങൾ അങ്ങനെ അതുകൊണ്ട് ചെയ്യാണ്. കുറേ ആൾക്കാരുണ്ട്, എല്ലാവരും കൂടി ഒന്നിന് ഫോക്കസ് ചെയ്യും, എന്നിട്ട് സ്ട്രോങ് ആക്കുന്നതിനെ. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നാളെ നിങ്ങൾക്ക് പലതും ചെയ്യാൻ പറ്റും. ഇപ്പം നമ്മളെ കേസുണ്ട്, ഇപ്പോൾ നമ്മൾ ഒരു സാധനം വിജയിപ്പിച്ചു കഴിഞ്ഞാൽ നാളെ നമുക്ക് പലത് തൊട്ടാലും കുഴപ്പമില്ല. അപ്പോൾ ഈ ഒരു സബ്ജക്റ്റ് വരുമ്പോൾ ഞാനിപ്പോൾ കൂടുതൽ സ്റ്റാർട്ടപ്സിനെ കാണുന്നതുകൊണ്ട് ഞാൻ സ്റ്റാർട്ടപ്പ് ടോപ്പിക്കിലോട്ട് കൂടുതൽ കറക്റ്റ് ചെയ്യണം. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ടെക്കിൽ ഇതേപോലെ തന്നെ ഇത്, അതായത് ആ ഫോക്കസ് ഇല്ലാതെയാണ് പോകണമെന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യില്ല ആൾക്കാർ. ആ ഐഡന്റിഫൈ ചെയ്താൽ അത് സോൾവ് ആയി, അത് വലിയൊരു കാര്യം കേട്ടോ. ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഇതിൻ്റെ ഒരു പകുതി മുക്കാൽ പ്രശ്നം തീർന്ന്. പക്ഷെ
വലിയ പാടാണ്. വലിയ പാട് വെച്ചാൽ അത് അക്സെപ്റ്റ് ചെയ്യാൻ നമ്മൾ മനസ്സ് സമ്മതിക്കാത്ത ഒരു പ്രത്യേകതരം ഇതിലോട്ട് നമ്മൾ പോകും. അതായത് നമ്മൾ സമയമുണ്ടല്ലോ, അല്ലെങ്കിൽ ഞാൻ കുറച്ച് സമയമല്ലേ യൂസ് ചെയ്യുന്നുള്ളൂ. പ്രത്യേകിച്ച് തുടക്കക്കാർക്ക് എന്തെങ്കിലും സ്പെസിഫിക് ആയിട്ട് നിങ്ങൾ തുടങ്ങുന്നുള്ളൂ, പഠിക്കാൻ തുടങ്ങുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ വളരെ ഫോക്കസ്ഡ് ആയിട്ട് ചെയ്യുമ്പോൾ ഈ സംഭവം ഐഡൻറ്റിഫൈ ചെയ്യാനത് മനസ്സിലാക്കാനും ബുദ്ധിമുട്ടാണ്. ഇനി മനസ്സിലാക്കിയ നമുക്ക് തന്നെ റിപ്പീറ്റ് ചെയ്ത് ഞങ്ങൾ ഈ മിസ്റ്റേക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെ കാണിക്കേണ്ട ഒരു സംഭവമാണ്, ഒന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക, അപ്പോൾ തന്നെ ഒട്ടുമിക്ക പ്രശ്നം തീർന്ന് സോൾവ് ആവാൻ പറ്റും എന്നുള്ള ഒരു ഫീലോട്ട് വരും. പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത് ധൈര്യം കാണിക്കുക, ക്വിറ്റ് ചെയ്യാനുള്ള ധൈര്യം കാണിക്കുക. അതായത് ഒന്ന് മാറ്റി വെക്കുക, എന്നിട്ട് ഒന്നിൽ ഫോക്കസ്ഡ് ആവുക, എന്നിട്ട് കണ്ടിന്യൂസ് ചെയ്ത് ആ ഫോക്കസ് നഷ്ടപ്പെടാതെ മുന്നോട്ട് പോകും. പിന്നെയും വരും ഇതേപോലെ കാര്യങ്ങൾ. അപ്പോഴൊക്കെ എന്ത് ചെയ്യുക, ആ ഫോക്കസ് നഷ്ടപ്പെടാതെ കോൺസെൻട്രേറ്റ് ചെയ്ത് അതിന് മാസ്റ്ററായിട്ട് മാറുക. എന്നിട്ട് മാത്രം നമുക്ക് എന്ത് ചെയ്യുക, രണ്ടാമത് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ഐഡൻറ്റിഫൈ ചെയ്യുക, അതേപോലെ അതിനുള്ള ധൈര്യം കാണിക്കുക, ക്വിറ്റ് ചെയ്യുക.